ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. എന്നാൽ കുട്ടികളുടെ ഈ ഡിജിറ്റൽ ജീവിതത്തിന് നിയന്ത്രണം കൊണ്ടുവരാൻ കടുത്ത തീരുമാനമായി എത്തിയിരിക്കുകയാണ് കർണാടക സർക്കാർ. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിക്കാനാണ് സർക്കാരിന്റെ നീക്കം. എന്താണ് ഇതിലൂടെ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഇത് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇന്ത്യയിൽ ഇത്തരമൊരു തീരുമാനം എടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് കർണാടക. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താനാണ് കർണാടകയുടെ നീക്കം. 2026-27 സംസ്ഥാന ബജറ്റിലാണ് കർണാടക സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത്. 16 വയസ്സിൽ താഴെയുള്ളവർ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം. കേവലം ഒരു നിയന്ത്രണമല്ല, മറിച്ച് ഒരു പൂർണ്ണ നിരോധനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ അയൽ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശും 13 വയസ്സിൽ താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ വിലക്കാൻ ആലോചിക്കുന്നുണ്ട്. എന്നാൽ 16 വയസ്സെന്ന പരിധി നിശ്ചയിച്ച് കർണാടക ഈ വിഷയത്തിൽ ഒരു പടി കൂടി മുന്നിലെത്തിയിരിക്കുന്നു. എന്തിനാണ് ഇത്തരമൊരു തീരുമാനം? മനഃശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ വിദഗ്ധരും പറയുന്നത് സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ മാനസിക വളർച്ചയെ വലിയ തോതിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നാണ്. ഇതവർക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ എന്നീ രോഗങ്ങളെല്ലാം വരാൻ കാരണമാകുന്നുണ്ട്. സൈബർ ബുള്ളിയിങ്, തെറ്റായ ഉള്ളടക്കങ്ങൾ എന്നിവ കുട്ടികളെ വഴിതെറ്റിക്കുന്നു. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നതും ഉറക്കമില്ലായ്മയും വലിയ പ്രശ്നങ്ങളാണ്. 2025 സാമ്പത്തിക സർവേയിലും ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾ നടന്നിരുന്നു. തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും ഇത് നടപ്പിലാക്കാൻ വലിയ വെല്ലുവിളികൾ തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നാമതായി, കുട്ടികളുടെ പ്രായം എങ്ങനെ കൃത്യമായി പരിശോധിക്കും? വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുന്നത് തടയുക എന്നത് വലിയൊരു കടമ്പയാണ്. രണ്ടാമതായി, സ്കൂൾ പഠനത്തിന് ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ ആപ്പുകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് പഠനാവശ്യം, ഏതാണ് വിനോദം എന്ന് തിരിച്ചറിയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടാണ്. കൂടാതെ തന്നെ ഒരു വീട്ടിൽ ഒരു ഫോൺ പലർ ഉപയോഗിക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിയന്ത്രണം എത്രത്തോളം ഫലപ്രദമാകും എന്നത് കണ്ടറിയണം. ചുരുക്കത്തിൽ, കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി കർണാടക സർക്കാർ എടുത്ത ഈ തീരുമാനം മറ്റുള്ള സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയ നിരോധിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുകയില്ല. സ്കൂളുകളിലും മാതാപിതാക്കൾക്കും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം നൽകണം. അതിലൂടെ മാത്രമേ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധ്യതയുള്ളൂ. എന്തായാലും കർണാടക സർക്കാർ എടുത്തിരിക്കുന്നത് ഒരു വിപ്ലവകരമായ തീരുമാനം തന്നെയാണ്.